Okay, Pringu going to cook chicken stir fry today. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തെ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തത് ദിവസമാണ് ഇന്ന് ആൻഡ് കെയിം ഔട്ട് ദിസ് ഇസ് സോ ഗുഡ് ബ്യൂട്ടിഫുൾ. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് സ്റ്റിർ ഫ്രൈ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ചുറ്റിക്കില്ലാണ്ട് പറ്റില്ല. തോറി തന്നെ ഉള്ള പേര് കേട്ടാ. ഒരു സ്റ്റെപ്പ് അങ്ങനെ മാറിയ തൂറിയാവും. ആർക്കും അവിടെ ശ്വാസം മുട്ടുള്ളത്? ഓ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ആരപ്പ എണീപ്പിച്ച? അങ്ങനെ ആരെങ്കിലും എണീപ്പിച്ചാ? കുരുവി. താങ്ക് യു. രാവിലെ വന്നത് തരണം അവൾക്ക് കറക്റ്റ് അറിയാം. നീയും കൊടുത്തേ. നിനക്കെന്താ ഇത് പാതകല്ലേ? മേടിച്ചതാടാ ഇരുമ. എന്താ മൈഗുണ്ട എന്റെ ഗുണ്ടാണ്. കൊടുത്തോ മേടിച്ച് കൊടുത്തേ. ഞാന് നന്ദി വെച്ചെന്നാ കുറച്ചു നേരം ഉണ്ണി കേണ്ട. ഞാൻ മാന്യേ എന്നെ പറ്റിക്കാളോ ഡാഡി ഗുണ്ട അവരെ മേടിച്ച എന്നെ സ്ഥാനം പറയ. നീ ജോബാണ്. നീ ജോബ് ഗുണ്ട ജോബ്. നിന്റെ ജോബും ഗുണ്ടന്റെ പണിയാണ് കേട്ടാ. ഗുണ്ട. ഓ ഇതിന് വയ്യ. ഇതിന് കോഴിക്കുഞ്ഞ ഇത് നോക്കിട്ടാ. ഇവിടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്ന് കുത്തിമറിയാണേ. ആ സമയത്ത് ഒരാളെ നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ. ഞാൻ ഇന്നലത്തെ തലേ ദിവസത്തെ പാല് ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് അത് കുടിച്ച് അവിടെയൊക്കെ വെച്ച് ജനലുകളിൽ കൂടെ നേച്ചർ കണ്ട് ആസ്വദിക്കുക. നിങ്ങളായി നിങ്ങളുടെ കുട്ടികളായി. ഞാനിവിടെ ഒറ്റയ്ക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്തിട്ട് ഞാൻ കേട്ടു വരണ്ടേ. എന്നാ സാധനം അറിയോ? ഞങ്ങളുടെ അടുത്ത് ഓടത് ഓട്. അതെ ഈ കുപ്പി ഇവിടെയാണെങ്കിലും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നേ. എവിടെയായിരുന്നു അത്? തലയിൽ തീൻ്റെ ഇമോജി കത്തി നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ചമ്മലിയും വൈക്കോലും എല്ലാം കൂടെ അത് കൂട്ടി കത്തിച്ചാവുന്നുണ്ട് തലയിൽ ഈ തീ. അമ്മയ്ക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് പോകണം അമ്മ? എവിടേക്കാ? എന്താ ചെയ്യാള്? കുട്ടിയുടെ കാല് ചവിട്ടിയില്ലോ. അതിന്റെ മേല് കൊള്ളുമ്പോ കരയാൻ വേണ്ടി ഇരിക്കുന്നത്. ശരി. അതിന് ഇന്നടിക്കണ എന്തിനാണ്? ഞാൻ ഒരാളെ അടിച്ചിട്ട് തുടങ്ങുമോ? ഈ ദൈവ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഒരു പി ഊതിരിക്കണ മാലാക? ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? എന്തൊരു ടീം. എല്ലാ കുപ്പി ഇവിടെ കട്ടിലുമ്പ് കിടക്കുന്നതിൻ്റെ മുകളിൽ മാലാക ഊത്താ. ഇവിടെ ഒരാളുണ്ട്. ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടാ. നിങ്ങൾക്ക് വേണ്ട ഇതിനെ. ഏതായാലും കരച്ചില്ല. അച്ചമ്മു എല്ലാവരും ഫേവറേറ്റ് ആയിരുന്നു. അച്ചമ്മു കുഞ്ചമ്മു. എനിക്ക് എൻ്റെ ഏഞ്ചലിനെ മതി. ഏഞ്ചൽ. അവൾക്ക് അവളുടേതായ കുറച്ച് ചിട്ടങ്ങളും വട്ടങ്ങളും ഉണ്ട്. അതിനുള്ളിൽ വന്നിട്ട് അടിച്ച് കണ്ണ് ഞങ്ങളുടെ ഗുണ്ട ബിജുമേനെ കളിക്കണ്ട ഞങ്ങൾ. ഞാൻ അതിൻ്റെ ചെറിയ തോണ്ടാൻ പോക്കോ. അതിനെങ്ങനെ തോടാൻ പറ്റില്ല. കണ്ട അതൊന്നും കാണുന്നില്ല. അവള് മറ്റേ കല്ലിഞ്ചൻ പോലെ അടിയിൽ കിടക്കുന്ന കല്ലൊന്നും കാണില്ല. ഉരുണ്ട് പറഞ്ഞു പൊക്കോളൂ. ഞാൻ എടുത്ത് നിറയ്ക്ക് അടിക്കും. അതിന് തൊടണ്ട. അങ്ങോട്ട് മാറിക്കോ. തൊട്ടപ്പൊട്ട് ഇംഗ്ലീഷ് മുട്ടയത് ഇതാ ഡേ അപ്പാ എന്താ. ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എഗ് ടൈം ആണ് കേട്ടാ. Yeah, it's a boring session. They ping തുപ്പണു. അതാണ് ഇപ്പൊ ആ സ്വഭാവം പുതിയ തുടങ്ങിയിരിക്കുന്നതാ. അതെ അവിടെ വെച്ചോ ബാക്കിയുള്ളത്. ഉച്ചയാകുമ്പോൾ അത് തന്നെ കൊടുത്താൽ മതി. വേഗം കഴിച്ചോട്ടാ. ഡാഡിക്ക് ഈ വീട് ക്ലീൻ ചെയ്യണം. അമ്മ ചീത്തറി. ഡാഡ മേടിച്ച ഷൂ അത് കാണിച്ചു. ഞാൻ മെസ്സ ക്ലീൻ ചെയ്യാൻ പോവാണ്ടോ. ഹൗ തുപ്പല് കൊടുക്കണ്ടേ കണ്ടാ. സോ വൺസ് ദിസ് ഈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. ഇതിങ്ങനെ വീർത്ത് വരും കണ്ടോ. മീൻസ് സെൻറ്റർ കുക്കായി എന്നാണ് അതിൻ്റെ. ഓക്കെ ഗ്രാബ് എ പ്ലേറ്റ് പ്ലീസ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന്. പ്രിങ്ങപ്പനും അമ്മയ്ക്ക് ഇന്ന് ബ്രഞ്ച് ടോസ്റ്റ് വേണമെന്ന്. ബ്യൂട്ടിഫുൾ. സോ ഇതിൻ്റെ ഉള്ളിൽ എന്തോന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മുട്ടയൊക്കെ പഫായി വരുന്ന പോലെ വെൻ ഇസ് പോപ്പ് അപ്പ് ലൈക്ക് ദാറ്റ് ദിസ് ഇസ് റെഡി. എന്തൊരു ജിജ്ഞാസല പാട്ട് കേൾക്കണേന്നൊക്കെ. എന്ത് അമ്മമ്മ സൈഡിലിരിക്കുന്നുണ്ട്. തരുന്നോ പൊന്നോ കൊമ്പത്ത് കൂട്ടിരുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാട്ടാ. ഇനി ഇവർക്ക് ആർക്കും ഇല്ല കേട്ടാ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാ ഇന്ന് കുറച്ച് സ്വീറ്റ്സാ വാങ്ങി കഴിച്ചു. അതിനോ നീ ഇവിടുത്തെ കഴിച്ചോ? നീ ഇത് മുമ്പ് കഴിച്ചോ? ഞാൻ അതൊന്നുമില്ല. കുട്ടിയുടെ കഴിഞ്ഞല്ലേ. നിനക്ക് എന്താ? നിനക്ക് മുട്ട കൊണ്ട് കുഴിന്ന് ഇറങ്ങിയില്ലേ? എന്തുട്ടാന്ന് വേണ്ട. പിങ്ങുനില്ലട്ടാ.
പിങ്ങൊരു കോട്ട കഴിഞ്ഞു. ഇത് അമ്മയ്ക്ക് അടയ്ക്കുള്ള പോർഷനാണിത്. എന്തൊരു മധുരത്തിൻ്റെ മണം ഇവിടെ. ശരിയാണല്ലോ. അറിഞ്ഞില്ല മോനെ. നിങ്ങൾക്ക് ബ്രെഡ് വേണോ? പിങ്ങുവിന് ബ്രെഡ് വേണോ? ഇതിന് മുക്കി കഴിക്കാൻ ബ്രെഡ് വേണോ? എടുത്തു വരണം. ഞാൻ വെറുതെ ഈ വഴിക്ക് വന്നു, എൻ്റെ വായിൽ കുറച്ച് ഫുഡ് കിട്ടി. ശരിയാണല്ലോ. അമ്മയ്ക്ക് വലുതും വേണ തിന്നോളെ. ഈ 3 തിന്നിട്ട് നമുക്കൊരു അരി ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടുന്നത് വിചാരിക്കണ്ട. ഞാൻ അത് പക്ഷെ മുട്ട 2 വെച്ചിട്ടുണ്ട്. യാ കൂടുതൽ മുട്ട ഞാൻ മൊക്കയിൽ മുക്ക ഇതിൻ്റെ പറയണേ. ഈ കുട്ടികളും കുട്ടികളൊക്കെ ഉണ്ടായ മനുഷ്യൻ്റെ ജീവിതം നശിക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വീട്ടിൽ തിന്നാൻ പറ്റില്ല. തന്നെ ഞാൻ ഉണങ്ങി ചാവാറായി. കട്ടയും മസിലൊക്കെ പോയിൻ്റെ. ഇനിയിപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം തിന്നാൻ ഇവിടെ വന്നിരുന്നാലും 3 മട്ടനെ എത്തും. അവർക്ക് കൊടുത്ത ഭക്ഷണം വേണ്ട. ഞാനെങ്ങനെ ഇനിയിപ്പോൾ വല്ല ആരോഗ്യത്തിന് വേറെ വല്ല ആസവ രസായനം കഴിക്കേണ്ടി വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കൊടുത്തേ. അതിന് തീരെ വിശപ്പിൻ്റെ അസുഖമില്ല കേട്ടാ. ഒരു ഉറുമ്പ് സൈഡിൽ ഇരിപ്പുണ്ട്. നീ തിണ്ട് കണ്ട കേട്ടാ. ഹലോ നീ ഒരു പാത്രം തിന്ന് മേടിച്ചിട്ട് വന്നോളല്ലോ. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും 4 ആൾക്കാരെ അടിച്ചിട്ട് അല്ലെന്ന് ഞാൻ എല്ലാവരെയും അടിച്ചിട്ട് തുടങ്ങുള്ളൂ. എനിക്കത് എൻ്റെ ശീലം. അത് ഗുണ്ടയാ സാല്ല. നീ അങ്ങനെ പ്രാക്ടീസ് ചെയ്തോട്ടാ. ഉറുമ്പ് കാലുമ്പോ കടിക്കില്ലേട്ടാ. ഇല്ല കട്ടുറുമ്പോ നീ ചവിട്ടി പൊട്ടിക്കഞ്ഞ. അയ്യോ എന്നാ എൻ്റെ ഫോണിൽ കളിച്ചാണല്ലോ കണ്ണാടി ചവിട്ടിക്കുന്നുണ്ട്. എൻ്റെ ഗുണ്ടേ അടുത്ത് നിൽക്കുന്നവരെ അട്ടിക്കാൻ. അവള് കണ്ടിട്ടേ ചേച്ചിയാണ് നീ നോക്കില്ല. ഡേ തന്നെ എടുത്ത് വളർത്തിയത് ഇവിടെ വരെ എത്തിച്ചതിന് വലിയ പങ്കുള്ള ടീമാട്ടാ അത്. അല്ല ഏറാ ഡോണ്ട് ഡു ദാറ്റ്. ഏറാ അവളവിടെ നിന്നോട്ടെ. നിനക്ക് എന്നെ കുരുമുത്തി. നോടാ നോ തിന്നാളല്ല. എന്റെ ഫോട്ടോത്തിന് എന്റെ കണ്ണിന്റെ മുകളിൽ സോസ് ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കണ്ണ് കാണാൻ പറ്റണില്ല. എന്നാ മധുരം നല്ല സ്പീഡിലാണല്ലോ പോണേ. മറ്റേത് 10 തവണ ആലോചിച്ചിട്ട് ഇങ്ങനെയാ. ഇത് കഴിഞ്ഞു. എന്നാൽ അപ്പുറത്തുള്ളവനെ മുഴുവൻ അടിച്ച് തെറിപ്പിച്ചു ഗുണ്ട. ചിരടിച്ച് കുളിക്കട്ടോ അത്. കണ്ടില്ലേ ക്ലോ ഉള്ള ജീവിയാ പരുന്ത്. നല്ല രസം ഈ ഫ്രെയിം. എടി വാടി ഒന്ന് ഹെൽപ്പ് ചെയ്യടി. തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ 3 4 ഉണ്ട് ഇവിടെ. ഒരാൾ തന്നെ ഞാൻ ഒരു 2 ബീഫ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എങ്ങടെ പോണേ എത്ര എന്നോട്. ആവറ്റങ്ങൾ അവിടെ നിന്നോളൂ. ഔ അവിടെ ജയ് ഹിന്ദ്. അതെ പേടിക്കൊന്നും വേണ്ട. ഞെട്ടി അവിടെ നിന്ന് കളിച്ചോട്ടെ കുറച്ചു തരാം. അത് തിന്നോളെ. നീ മിണ്ടേ. അത് അവിടെ കുറച്ച് കഴിയുമ്പോൾ തൂപ്പിക്കോളൂ. അത് മുഴുവൻ വയറ് മണ്ണ് തിന്നിട്ട് വാ. നീ നിന്നോ. മണ്ണ് തിന്നിട്ട് വയറ് നിറയുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിട്ടാ. ഞങ്ങൾക്കൂടെ കുറച്ച് പണിയുണ്ട്. 2 പേരും സയാമിസിരിച്ചുള്ള പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഓ സത്യസായിബാബയാ മണ്ണെടുക്കണ്ടേ സ്വർഗത്തിൽ നിന്ന്. അമ്മ ഒന്ന് പേടിക്കാണ്ട് നിൽക്ക്. നീയൊക്കെ ജീവിതത്തിൽ മണ്ണ് തിന്നാത്തന്നെ കാണുന്നുണ്ട്. ഞാൻ ആരും ശരിയാക്കണില്ല. കണ്ണൊക്കെ അടിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ എസ്മയ്ക്ക് ഇപ്പോൾ ഒരു സങ്കടവും ഇല്ല കേട്ടാ. കരച്ചിലൊന്നുമില്ല. ഇല്ലെങ്കിൽ അവളുടെ കൈ കൊണ്ടാൽ മതി അവളുടെ മേലെ. അപ്പോഴേക്കും അവളെ അങ്ങനെ കരയും. കാലുമ്മ മുള്ളു കുത്തിയിട്ട് കോഴിക്കട്ട ചവിട്ടിയ പോലെ കാണിക്കുന്നുണ്ട്. വാപ്പിങ്ങ വാട്ട്? അപ്പം നീ ലഞ്ച് കഴിക്കണില്ലേ? നിന്റെ സ്കൂൾ പ്രോഗ്രാമിലുള്ളതാണത്. 2 ആഴ്ച ഹോളിഡേ പ്രോഗ്രാമിൽ കുക്കിംഗ് എവറി സിംഗിൾ ഡേ. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ലേൺ. വെൻ യു ആർ ലോൺലി യു ക്യാൻ ലേൺലി. കുക്കിങ്ങിൽ നിന്ന് പാസ്ത തന്നെ കേട്ടാ. അവിടെ വണ്ടി കൊണ്ട് നേരെ പോയിട്ട് ഇടിച്ച അവിടെ നിർത്തിയ. ഇവളെന്നെ എടുത്താൽ ഇത് വെറുതെ കരയാ വിട്ടിരുന്നിട്ട്. പിന്നെ അത് പൊട്ടിക്കറ. ദിസ് ഈസ് ലൈക്ക് എ പ്രീമെയ്ഡ് ടോർത്തലിനി. ദിസ് പാസ്ത ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള പാസ്തയുടെ പേരാണ് ടോർത്തലിനി. ബോയിലിംഗ് വാട്ടർ. എപ്പോഴും പാസ്ത ഇടുമ്പോൾ ബോയിലിംഗ് വാട്ടർ വലിയ പോട്ടായിരിക്കണം കേട്ടോ.
ഇറ്റ് ഹാസ് ടു ബി വെരി ബിഗിൽ ലോട്ടായിട്ട് ഇടണം. മച്ച് ക്ലോസ് ആക്കിയിട്ട് കൊണ്ടുപോയി മുഖത്തേക്ക് തെറിക്കും. ഓക്കെ, ഗുഡ് ഗേൾ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കി നിന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കണം, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. ഇതിപ്പോൾ ഓൾറെഡി വളരെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇപ്പം നൗ യു ക്യാൻ സീ ഇത് എല്ലാം സെപ്പറേറ്റ് അല്ലേ. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യേ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഒട്ടി തുടങ്ങും. അപ്പോൾ ഒന്ന് ഇളക്കണം. ഓക്കെ, പാസ്ത ഒരിക്കലും അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്. പതഞ്ഞ് പൊന്തിയിട്ട് പുറത്തേക്ക് തെറിച്ചു പോകും. ഓക്കെ, പാസ്ത ഹാസ് ടു കുക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, പാസ്ത സോസിന് നമുക്ക് എന്ത് വേണം? പെപ്പറോണി. അതങ്ങനെ പീൽ ചെയ്യാൻ പറ്റില്ല, കത്തി വെച്ചിട്ട് മുറിക്കണത്. ഹോൾ തിങ് പെർഫെക്റ്റ്ലി ഹാഫായിട്ട് കട്ടി. ഓൾ ദീസ് തിങ്സ് യു നീഡ് ടു കട്ട് ഫ്രം ദ കോർണർ. ഇവിടുന്ന് ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് പോവാ. കണ്ടാ? ഇവിടെ കട്ട് താഴെ വരെ പോ. യാ, സീ ദ ഡിഫറൻസ് നൗ. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ നിൽക്കുമ്പോൾ ഈ സ്റ്റൂൾ കൊണ്ടുവന്നിട്ടില്ല വെച്ചെങ്കിൽ യു നീഡ് ടു അപ്ലൈ ടു മച്ച് ഷോൾഡർ പ്രഷർ. യു ഡോണ്ട് വാണ്ട് ടു ഫോളോ, ദാറ്റ്സ് ഫൈൻ. മതി. സ്പ്ലിറ്റ് ആൻഡ് ഓപ്പൺ. കണ്ടാ? ഇതിനാദ്യം 3 ആക്കണം. 3 1 കട്ട് ലൈക്ക് ദാറ്റ്, സ്ട്രൈറ്റ് കട്ട്. യാ, ലിറ്റിൽ ബിറ്റ്. യാ, ടിൽറ്റ്. നീ ആ കത്തി മാറ്റിയാൽ കത്തി നിനക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പാസ്ത ചെക്ക് ചെയ്താ? പാസ്ത ഞാൻ ഇടയിൽ ഇളക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടാ? ഗെറ്റിംഗ് ബിഗർ ആൻഡ് ടുഗെദർ ആൻഡ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കൊരു മിനിറ്റ് കൊണ്ട് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സ്ട്രെയിൻ ചെയ്യണം. കമോൺ, പൊട്ടിക്കരുത്, പൊട്ടും. അത് കൂടുതൽ ഇളക്കിയാൽ മതി. ദാറ്റ്സ് ഇനഫ്. കോർണർ കട്ടായിപ്പോയി. കണ്ടാ? കട്ട് ചെയ്ത് ചെരിഞ്ഞു പോയി. കണ്ടാ? ഇനി അതിന് ചെറിയ പീസാക്ക്. നോ ദിസ് വൺ നോട്ട് ലൈക്ക് എ മീറ്റ്. യു ക്യാൻ ആക്ച്വലി കട്ട് ഓൾ ടുഗെദർ ഈസി. യാ ഗുഡ്. സ്മോളർ. You are not looking this side of the knife. You always looking the other side of the knife. അവിടെയാണ്. No, then why you looking here then again? Your eye is always on the other side. Yeah. See, your eye is always നൈഫിൻ്റെ അതർ സൈഡിലാണ് ഐസ്. കണ്ട? അപ്പം ഇപ്പോൾ കറക്റ്റ് സൈസ് വരുന്നത് കണ്ട? ഇവിടെ വെച്ചാൽ നീ എങ്ങനെയാണ് സൈസ് നോക്കുക? കണ്ട? യാ, നൗ യു പാസ്ത റെഡി. ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. എന്നിട്ടായിരുന്നു സെയിം തിങ്. സോ നൂഡിൽസ് ആൻഡ് പാസ്ത സെയിം. സോ പുട്ട് ഇറ്റ് ഓൺ. ഇപ്പം ചൂടുള്ള സ്റ്റീം നിൻ്റെ മുഖത്തേക്ക് അടിക്കൂട്ടാ. സോ സ്റ്റേ അവേ ഫ്രം. ടിപ്പ്. After keeping there, what are you going to do? You need to think now faster. Yes, cold water. Hurry up. അല്ലെങ്കിൽ stick ആവത് വേഗം. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ബർഗർ പാറ്റി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ചൊറിസോ ഇവിടെ ഉണ്ട്. നൗ വി ഗോണ കുക്ക് ഇറ്റ്. ഇൻ ടൈം പിള്ളേർക്ക് പാസ്ത ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് ഒരു കാർബണോറ പോലെ ആക്കുക കേട്ടോ. കുറച്ച് പാർമേസൻ ചീസിനേക്കാൾ മുന്നേ കുറച്ച് നമ്മുടെ എഗ് യോക്ക് ചേർക്കണം. ഓക്കെ, അധികം തീ വേണ്ട. ഇനി ഷുഡ് ഹാവ് വെയിറ്റഡ്. കുറച്ചുകൂടി ചീസ് ഇട്ട്, തരിയും കൂടി ചീസിട്ട്. ദെൻ യു നീഡ് ടു ഫോൾഡ്. ഡു നോട്ട് ഓവർ കുക്ക്. ഫോൾഡ് ചെയ്യും, വേഗം ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്തോ. എഗ് യോക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യും ലൈക്ക് ദാറ്റ്. And you fold. So that's for the kids. Just ഇതിനാദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ഓയിലും കൂടെ വേണം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കി. ഇടുമ്പോൾ ഇതാവുള്ളൂ. ഇതെന്താ ചെയ്യുക? ആക്ച്വലി നമ്മൾ മീറ്റ് ഇടുമ്പോൾ മീറ്റിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ആവും. എങ്ങനെയുണ്ട് ചേച്ചി ഉണ്ടാക്കിയ പാസ്ത? എർമ തുപ്പി. എർമിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്താ തുപ്പുണ്ട് ഇപ്പം? മഷ്റൂം. പക്ഷേ എഗ്ഗൊക്കെ അവൾക്ക് പരിചയമുള്ള സാധനമാണല്ലോ. എഗ്ഗും ക്രീമും ചീസൊക്കെ അവിടെ വെച്ചു കൊടുത്തൊക്കെ ചിലപ്പോൾ തിന്നുമായിരിക്കും. പണ്ടാരം കണ്ടിട്ട് എന്തിട്ട് ഇപ്പം കാണിച്ചിട്ടുള്ളത് സാധനം. സംശയമായി വിശക്കണമുണ്ട്. എച്ചമ്മൻ്റെ അവസ്ഥ എന്നിട്ടാ? ആ സ്കൂളിൽ നിന്ന് എല്ലാ സാധനം വലിച്ചു വരി തിന്നുമില്ല. എന്നാ ഫ്രൈ ആയി. കൈ കൊണ്ട് എടുക്കത് മൊത്തം എടുത്തോ. അത് ഉടച്ചോ. നമ്മൾ സ്റ്റേക്ക് ആക്കല്ല. ഇനി എന്ത് സ്പൂൺ എടുത്ത് പരത്തത്. ബ്രേക്ക് ചെയ്യണം ആദ്യം. കുറേശ്ശെ ഫ്ലിപ്പ് ചെയ്തോ. ഇത് ഇളക്കരുത് കേട്ടോ. കുറച്ച് നേരം വെച്ചിട്ടേ ഫ്ലിപ്പ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചെങ്കിൽ കണ്ട അപ്പോൾ അത് ബ്രൗൺ ആയി വരുന്നുണ്ടോ? കണ്ട അപ്പോൾ അതിൽ കണ്ടോ ഓയിൽ. ഓയിൽ ഓൾ ഫ്രം ദ മീറ്റ്. മറി ബാക്കിൽ ഞാൻ നോക്കട്ടെ. ഞാൻ ടൊമാറ്റോ കണക്കസ് അതിൽ ഒഴിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവർ കഴിക്കുന്നില്ല. മൊത്തം വെച്ചോ.
ഉപ്പ് നോക്കിയാൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോന്ന് യു കൂടെ ഡൂയിങ് ദാ കമട്ടേഴ്സ് പിന്നെ കൈ കൊണ്ട് നക്ക് അത് നാവ് വയ്ക്കും നാവ് പൊള്ളൂ അത് കൈ കൊണ്ട് തോണ്ടിയാ അപ്പോൾ ഒന്നും പൊള്ളില്ല അല്ല പാസ്ത ഉപ്പുണ്ടാ ഇത് ഉപയോഗം കഴിഞ്ഞത് ഇങ്ങോട്ട് പിടിക്കില്ല ഇതൊക്കെ കൂടെ ഒറ്റ 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 വീഴും കണ്ടാ കുറച്ച് ഉപ്പ് വേണോ യാ കൊടുത്ത പാസ്ത മാറിയിട്ട് ആളെ മിക്സ് ചെയ്ത് തരാം മാറ് ഇനി ഒരുപാട് കുക്ക് ചെയ്യണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി കുറച്ച് പാമിസൺ ഇട് ഒരു ഹാൻഡ് ഫുൾ ഇട് ഒരു ഹാൻഡ് ഫുള്ള് യാ കുറച്ച് മോർച്ചറല്ല സൂപ്പർ ഓക്കെ ദാറ്റ്സ് നൈസ് ഓക്കെ വി ഈറ്റ് നൗ അത് ടു ഹെവി ആണെന്ന് വെച്ചെങ്കിൽ നിനക്ക് ആദ്യം ഒരു സ്പൂൺ എടുത്തിട്ട് പ്ലേറ്റ് ചെയ്യാം കുറച്ച് അവിടെ അതേ ചീത്ത വിളിക്കുന്നത് തന്നെ നോക്കെ ഓ ഈ കുപ്പി ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ പണ്ടരുടെ കാര്യം എങ്ങനെയുണ്ട് ഒരാൾ അപ്പോട്ട് തുടങ്ങിയതാ സോ ഗുഡ് സോ ഗുഡ് സോ ഗുഡ് സോ ഗുഡ് അവളുണ്ടാക്കിയിട്ട് അവൾ തന്നെ തന്തര പോലെ തന്നെ ഏട്ടവളുടെ അന്ത ബഹുമാനം കിട്ടും യു ലവ് ദാറ്റ് ലുക്സ് നൈസ് ടു ആൻഡ് ഗുഡ് മീറ്റ് യാ താങ്ക്സ് ഫോർ കുക്കിംഗ് another cooking coming now in the afternoon something ആറ് ചിക്കൻ കറി ഉണ്ടാക്കിയേ ചിക്കൻ കറി അവിടെ ഉണ്ട് എന്ത് മാജിക്കാ എല്ലാം എടുത്തിട്ട് നിന്നെ നിലത്തേക്ക് കളയൂ നിന്റെ തന്തയാണല്ലോ അവിടെ ക്ലീൻ ചെയ്യണത് മുഴുവൻ അടുത്ത ആള് അയ്യോ തന്തേനെ പറഞ്ഞപ്പോ ഭയങ്കര ഫീലായി നോക്കടെ അയ്യോ പുപ്പിളി കോഴിമുട്ട വേണോ മുട്ട വേണോ കിട്ടുന്നത് നോളട്ടാ ആ എന്നോട് ഇന്നെ പേടിപ്പിക്കാനല്ല പറഞ്ഞേ മുട്ട തിന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല വേറെ ഉണ്ടാക്കുമ്പോ നിങ്ങൾ തിന്നോ അപ്പൊ നിന്റെ അപ്പൊ അപ്പളിന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നോട് ഞാൻ പ്രിങ്ങുവിന്റെ പാത്രം കഴിഞ്ഞു അടുത്തതിന് ഓടുണ്ട് രണ്ടാമത്തെ പ്ലേറ്റിന് ഐ ലൈക്ക് യു വെരി മച്ച് താങ്ക് യു ഇതൊക്കെ ഞങ്ങൾക്കുള്ളതിന്റെ പ്രശ്നം എന്താ അറിയോ നേരത്തിന് ഇറ്റാലിയനും ഫ്രഞ്ചും വരിക മനസ്സിലായാ ഇറ്റാലിയൻ മുട്ടയാണ് ഇറ്റാലിയൻ മുട്ട ഓ അതിൻ്റെ ഒരു നാലെണ്ണം വേറെ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കണതിന് തൊട്ട് മുന്നേ തന്നെ വരുന്നത് നിലത്തൊക്കെ ഇങ്ങനെ കെടുക്കുക അപ്പോൾ വരും അവൻ എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിലത്ത് കിടക്കണ ഫോട്ടോ ഞാൻ അയച്ചുതരാം നിലത്ത് കിടക്കുന്ന ഫോട്ടോ ഉണ്ട് ഞാൻ അവിടുന്ന് വരുന്നത് കണ്ട കിടക്കൂടെ വയ്യാണ്ട ഡയലോഗ് നിർത്തുന്നില്ല മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ 3 ചാള വെക്കാൻ പോലെ 3 ഉണ്ടാവും ഓ ഇതിന് ഇളകിയാ എന്ത് അക്കുറുവാ നീ കഴിച്ചോ ഇതിന് സൈഡിലിട്ടോ ഞാൻ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ താങ്ക് യു പിങ്ങോ ആ ഇവിടെ കൊടുക്കാൻ ഇവിടെ അവൾക്ക് എന്തിനു താങ്ക് യു പറയണേ സദ്യത്തിനേ സദ്യക്ക് ഇരിക്കുമ്പോ ഇലയിൽ നിന്ന് പറയല്ലേ ഇവിടെ കീരനെ കൊണ്ട് ഡ്രാമ ഇല്ല വന്നേ കിടന്ന് തുടങ്ങി എല്ലാവരും അമ്മ പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു കൊടുത്തിട്ടുള്ള മെസ്സാക്കി ഇപ്പം നീ ഇവിടെ കിച്ചൺ ക്ലീൻ ചെയ്തോ വേമ്പൊക്കെ ആ കുക്കിനോട് ക്ലീൻ ചെയ്യണം പ്രിങ്ങിനോട് പിന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് പ്രിങ്ങു ഡു എ ബെസ്റ്റ് ക്ലീനിങ് ബി ഓണസ്റ്റ് വിത്ത് യു ഫോളോസ് ലുക്ക് ദ വേ ഹൗ ഷീ ക്ലീൻ ഈവൺ ഐ ക്യാൻ ഡു ലൈക്ക് എ മോംസ് അമ്മ എപ്പോഴും ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക അതൊക്കെ ചെയ്യും ദാറ്റ്സ് എ ഗുഡ് വൺ താങ്ക് യു ഫോർ ദാറ്റ് നൗ യു ലുക്ക് അറ്റ് യുവർ സെൽഫ് യു ഫീൽ സോ ഗുഡ് ബിക്കോസ് യു ആർ ലേണിംഗ് ലൈഫ് സ്കിൽസ് ഹണി യു ഷുഡ് ബി ഹാപ്പി ആൻഡ് യു എൻജോയിങ് ഇറ്റ് ലുക്ക് ഐ നോ യു ലൈക്ക് ഇറ്റ് and I help you too. See, the kitchen sink is clean, everything is clean. This is clean. ഞാൻ ക്ലീൻ ചെയ്യണേ അതിനിടയിൽ വീഡിയോ എടുക്കണ്ടോ ഇടയ്ക്ക് and our 2 mandanguna pieces are there. Hey, Era, H-man, what do you follow us up to? Always play this, what? Hey, boom bang. ഇതിൽ പുഴുണ്ട
എന്ന് പറയാൻ ഒന്ന് കിടന്നുറങ്ങിയ എനിക്ക് രാത്രി കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കണം. ഞങ്ങൾക്കുള്ള തീറ്റയും കുടിയും കുക്കിങ്ങും മടുത്തു മനുഷ്യൻ. ഏയ് ജോസേ ഒന്ന് കിരിക്കണ്ണൻ ജോസ് അടിയും കുത്തിയും കഴിഞ്ഞ ആശരിപ്പണി എവിടെ ചുറ്റിക്ക? അത് ചുറ്റിക്കല്ലേ തൊപ്പിയല്ലേ? രണ്ട് കുഞ്ഞിപ്പല്ല് ചുറ്റിക്ക അവിടെ എൻ്റെ തോറിൻ്റെ. ആ അതെ ഇതാ ചുറ്റിക്ക. ഈ ചുറ്റിക്കയിലോണ്ടാ നിൽക്കണ്ട. ഇതാ എൻ്റെ കുട്ടിക്ക് ചുറ്റിക്കയിലോണ്ട പറ്റില്ല. തോറി തന്നെ ഉള്ള പേര് കേട്ടാ. ഒരു സ്റ്റെപ്പ് അങ്ങടെ മാറിയാ തൂറിയാവും. രണ്ടും ചേരും പിന്നെ തന്നെ ഇതേട്ടാ. ചുറ്റിക്ക എപ്പോഴും കണക്ഷൻ വേണം. ചാർജ് ഇല്ലാണ്ട് ഈ വണ്ടി ഓടില്ല. ടെസ്ലയൊക്കെ അറ്റ്ലീസ്റ്റ് 500 കിലോമീറ്ററെങ്കിലും ഓടും. ഇതൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ കണക്ഷൻ എടുത്തോണ്ടിരിക്കണം. എപ്പോഴും HM പേര് കീലേരി അച്ചു. അച്ചുവിന് എപ്പോഴും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധൈര്യമുള്ള അവിടെ നിന്നുള്ള അടിമുഴ. ഏയ് തോറി ഇങ്ങോട്ട് വാ, ഉറങ്ങാൻ വരാൻ. നോട്ടം കണ്ടാണല്ലോ. ഏയ് തോറി കിടന്നുറങ്ങിയ ചുറ്റിക്ക് തലയിലേക്ക് വീണു. തോറുടെ കുറച്ചു നേരത്തേക്ക് ബോധം പോയി. തോറ് ചുറ്റിക്ക് വീണു മരിച്ചു പറഞ്ഞ പോലെ. അവിടെ ഒറ്റ കെടുപ്പ് കിടന്നതാ, ചുറ്റിക്ക് തലയിലേക്ക് വീണു. തോറി കിടന്നോ? എല്ലാവരും കിടന്നോളേ, നിങ്ങൾ ഉറങ്ങട്ടെ കേട്ടാ. നിങ്ങൾ ഉച്ചയ്ക്ക് ഇന്നും മീശ കാണുമ്പോഴേക്ക് ഔ തോരോട് ചുറ്റിക്ക എല്ലാവരും മേലും വന്ന് അടിക്കണ്ടല്ലോ. ആ കളവണിയുടെ കളവാണി എന്ന് പറയണ അതിലെ ചെക്കൻ്റെ പോലെ ഉണ്ട് എൻ്റെ മോന്ത ഇപ്പം കാണാൻ ഇടവുള്ളേ. ഗുഡ് നൈറ്റ് കേട്ടാ. ഞങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ബൈ. റത്തം തൂരപ്പോ തീട്ടം കൊണ്ടാറാട്ടെന്ന് പറഞ്ഞ പോലെ പ്രിങ്ങും ഇവിടെ ഫുള്ള് 3 ഇപ്പൊ ക്ലീൻ ചെയ്തിട്ട് വീടിന്റെ അകത്തിലെ വെള്ളത്തിന് ബില്ല് കൂടുതൽ വരും കേട്ടാ. ഓക്കെ പ്രിങ്ങ് ഗോയിങ് ടു കുക്ക് ചിക്കൻ സ്റ്റിർ ഫ്രൈ ടുഡേ. ഇപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ മിസംബിള ചെയ്യണമെന്നൊന്നും കാണിക്കുന്നില്ല. അത് തന്നെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. കറിയല്ല, നമ്മൾ കറി പോലത്തെ ലൈക്ക് എ സ്റ്റിർ ഫ്രൈ. I show you similar to curry but it's like a stir fry. Okay? You just cut everything for me. Then meantime ഞാൻ അവിടെ 2 കുഞ്ഞുകുരുപ്പിനെ ശരിയാക്കിയിട്ട് വരാം. എവിടെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ? Yeah, thank you ma'am. So അമ്മേനെ സ്ക്രൂ വരെ ലൂസായിട്ട് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ നിനക്ക് നീ ഈ നൈഫ് എടുത്തോ, അതായിരിക്കും നല്ലത്. ആദ്യം വെജിറ്റബിൾ കട്ട് ചെയ്യണം കേട്ടാ. ബുംബാങ്. ഇവിടെ ചോദിച്ചു നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് നൈഫാണ് ഉപയോഗിക്കണതെന്ന്. നോക്കുക, ഞാൻ പ്രതി മച്ച് എൻ്റെ ഒരു ഗോ ടു നൈഫ് ഓക്കെ ഇതായിരുന്നു. ഒരു $7 ചൈനീസ് നൈഫ്. ഇതൊക്കെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഐ ഡു ബിറ്റ് ഓഫ് എ ഫാൻസി ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ മീറ്റ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ നൈഫാണ് കൂടുതൽ ഉപയോഗിക്കാറ്. നോക്കുക, നമുക്കൊരു നൈഫും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പ്രിഫറബിളി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു നൈഫ്. പക്ഷേ ഇത് മീറ്റ് കട്ട് ചെയ്യാൻ ഇങ്ങനത്തെ നൈഫ് നല്ലതാണ്. അതല്ല വെച്ചെങ്കിൽ പച്ചക്കറിക്ക് ഇഫ് യു വോണ്ട് ടു യൂസ് ഫോർ മീറ്റ്. ബട്ട് ദ പ്രോബ്ലം ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു കട്ട് മീറ്റ് വിത്ത് ദിസ് വൺ യു വിൽ നോട്ട് ഗെറ്റ് എ പ്രോപ്പർ കട്ട്. യാ ഇൻസ്റ്റെഡ് ദിസ് ഈസ് ലൈക്ക് എ കോമൺ ക്ലീവർ എന്നൊക്കെ പറയണതാണ്. ഒരു ഇതാകുമ്പോൾ വെജിറ്റബിളും കട്ട് ചെയ്യാം, മീറ്റും കട്ട് ചെയ്യാം, തിന്നർ പ്ലെയറാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു നൈഫേ ശരിക്കും വീട്ടിൽ ഒരൊറ്റ നൈഫേ ആവശ്യമുള്ളൂ. സോ സാധാരണ കോമൺ ആയിട്ട് ആളുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഗോ ടു നൈഫാണ് ഷെഫ് നൈഫ് എന്ന് പറയുന്നത്. ഇത് മീറ്റും കട്ട് ചെയ്യാം, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാം. വെജിറ്റബിൾസിന് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള നൈഫാണ് നല്ലത്. സോ ഐ പ്രിഫർ എല്ലാവരോടും പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് നൈഫ് മേടിക്കുക. ക്ലീവർ കൈൻഡ് സ്മോളർ ദാൻ ക്ലീവർ. ക്ലീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇരിക്കുന്ന ചൈനീസ് നൈഫിനെയാണ് ക്ലീവർ എന്ന് പറയണേ. സോ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. സോ വേറെ ഇതിലത്തെ നൈഫൊന്നും നോക്കണ്ട. നമ്മൾ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ഒരുപാട് നമ്മൾ ചെയ്യാത്ത ആളുകളാണ്. ബോൺ കട്ട് ചെയ്യാൻ ഇതൊക്കെ വളരെ റയറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നൈഫുകളാണ്. പിന്നെ ഒരു സാധാ ഹോം കുക്ക് അല്ലെങ്കിൽ ഒരു വീട്ടാവശ്യത്തിന് ഇതുപോലത്തെ ഒരു നൈഫ് ഈസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അടുത്ത ദിവസം ഞാൻ ഒരു പാനിൻ്റെ കാര്യം പറഞ്ഞുതരാം. തൽക്കാലം ഇന്ന് ഇത്. സോ പ്രിങ്ങു യു ക്യാൻ കട്ട്. ആദ്യം നീ ഇന്നേ ടൊമാറ്റോ ഉണ്ടല്ലോ പ്രിങ്ങ, ടൊമാറ്റോ 6 ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. 6 സ്ലൈസസ് ലൈക്ക് എ വെഡ്ജസ്. ഹൗ ഡു യു കട്ട് വെഡ്ജസ്? വെരി ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. ഫുള്ള് സാധനമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗുഡ് കെയർ. Cut it into 6 pieces for me. First cut into half. Yeah, that's the one. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ മോർ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. മൂവിയിൽ എങ്ങനെയാകുമ്പോൾ കണ്ട വിഗിളിയാവും. ഇനി അതിനെ 3 ആക്കി കട്ട് ചെയ്യണം. സോ ഐ ഗോ ലൈക്ക് 1 ലൈക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. സോ യു ഗെറ്റ് സെൻറ്റർ വരെ കൊണ്ടുവരിക. ചെയ്തോ കണ്ട. ഇനി ഇതിൻ്റെ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് നദർ വെഡ്ജ്.
യാ നോക്കിയേ കണ്ട 3 പീസ്. ഡു ദ സെയിം തിങ് ആൻഡ് ഡു ദ സെയിം തിങ് വിത്ത് ദീസ് ടൊമാറ്റോസ്. എസ്മേന്ന് മഹാലമ്പാണ്. അമ്മേരെ 24/7 അവർ എസ്മ എടുത്തിരിക്കുകയാണ് ഇന്ന്. പല്ല് വരണ കാരനാണെന്നുള്ള ഒരു ഇതിൽ നമ്മൾ അവളെ നിന്ന് വിട്ടിരിക്കുകയാണ് കീലരീനെ. അമ്മ ഹൗ ആർ യു ഡൂയിങ് അമ്മ? യു ഓക്കെ? മോൻ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. പക്ഷേ നീ ഇപ്പൊ കരയോ? ആർ യു നോട്ട് ബോർഡ്? നീ ഊരണമെന്ന് പറഞ്ഞിട്ട് ടൈറ്റ് ആക്കാണല്ലോ വെച്ചിങ്ങനെ. നീ എസ്മേനെ പോലെ മറ്റേ വയലിട്ട് തിരിക്കണം. ആ കൊടുക്ക്, അത് കൊടുക്ക. അതിന് ചുറ്റിക്ക് സ്ക്രൂ ഡ്രൈവർ കണ്ട ഇളക്കണല്ലോട്ടാ. എന്താ എസ്മേ നിന്റെ പ്രശ്നം? നിന്റെ എന്താ പ്രശ്നം? നീ മാത്രല്ല ഇവിടെ ഉള്ള കുട്ടിയായിട്ട്. ഇവിടെ ഞങ്ങൾ 5 പേര് വേറെ ഉണ്ട് കുട്ടികള്. അതിപ്പോ അവള് കരയാതിരിക്കുവായിരുന്നു. ഇത് ഇവള് അടച്ചപ്പോ കൈ അതിന്റെ ഇടയ്ക്ക് പോയി. പിന്നെ അവളുടെ കൈ ഇടയിൽ പോയി. ഇത്ര നേരം ആ കുട്ടി കരയണില്ലല്ലോ. ആ കുട്ടിയുടെ കൈ ഇടയ്ക്ക് പോയി. അച്ഛമ്മ വാട്ട് ഈസ് ഹാപ്പനിങ്? അയ്യോ, കൽപ്പനയ്ക്ക് ശേഷം ഇനി ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരായി. ഇതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ ആ പോണ വഴിക്ക് ആ കാലം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടാ അപ്പോൾ അവള് കരി. കാലം എവിടെയെങ്കിലും കൊണ്ടാലല്ല, കാലയിൽ എയറെങ്ങാനും തൊട്ടാലും അപ്പോൾ അവള് കരി. എയർ തൊട്ടൊന്നും വേണ്ട. ഇന്നസെന്റ് പറഞ്ഞ പോലെ നേരിലായാലും എന്താ വാ തുറന്ന് പറഞ്ഞോട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കറി പോലെ അല്ല കേട്ടോ. നമ്മൾ കുറച്ച് ലോങ് തിൻ സ്ട്രൈപ്സ് ആണ് കട്ട് ചെയ്യണേ. പറഞ്ഞേ അപ്പൊ പറ. നീ പറയണ ഞാനല്ല. യു ഡൂയിങ് ഇറ്റ്. Okay, so I'm not supposed to do it like with a chicken curry, no? Like you have to do like long stripes, not too thin. Yeah, Like not too thick or a little bit thick. yeah, yeah, yeah. That looks very tiny. It's not. Yeah. നീ ഇതെല്ലാം ചിക്കൻ എടുത്തിട്ട് തിരിച്ചാ പാൻ ഇതിലേക്ക് തന്നെ എടുത്തു പോയി. Yeah, that's the way. Yeah, beautiful. Like that, we need to cut all the meat. Beautiful that, Prangu. Lovely, yes. See, you're learning. Within 3 days, you're already learning, you know? Yeah, you're right. ഒരുപാട് അങ്ങോട്ട് ഇങ്ങോട്ട് നാക്കണ്ട. നീ ഒരു 1 ടൈം അങ്ങോട്ട് പ്രസ് ആയിട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ കട്ടായി. കണ്ട വലിയ തള്ളി കണ്ട. That's a beauty when you have a sharp knife. Oh, just press and go. Just press and go up, then come down. So try the next one. Just slightly press and go. Yeah, see, and come back and push. മതി കണ്ട. ഇതേടാ നമ്മൾ സിർ ഫ്രൈക്ക് ഹോട്ട് പാൻ കുറച്ച് ഓയിൽ മതി. ആ ഓയിൽ നമുക്കൊന്ന് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനിയിപ്പോൾ വേണ്ട, ടു ഹോട്ടായി. എപ്പോഴും നമുക്ക് ഈ പാൻ ഒന്ന് സീസൺ ചെയ്യണം. തീ ഓഫ് ചെയ്തോ, നല്ല ചൂടായി. പാൻ തീ പിടിക്കും. കെയർഫുൾ, ഡോണ്ട് ഡു എനിത്തിങ്. Burn the smell. അത് അവിടെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആലോചിക്കണം. ഇഫ് യു സീ ഇഫ് ദ പാൻ ഈസ് ഗെറ്റിംഗ് ടു ഹോട്ട്, മേക്ക് ഷുവർ യു കവർ ഇറ്റ്. ഇറ്റ് മേ ക്യാച്ച് ഫയർ. Boom, big fire. Big fire. Like remember Amama one time was here and caught fire? Even though little oil, definitely gonna catch fire. So make sure you shut the container. Wait for at least 5 to 10 minutes. It cools down. Then you back on. Even if this catch fire, what do? Still cover it like that. You see fire on it, cover it. Straight away, the fire shut down. I was gonna say run away. No, never run away because the house catch fire. Anytime you cook, you keep a lid aside. As soon as you see the smoke, cover it. Turn the fire off, cover it, and don't open it. The moment you open, it catch fire too. Okay. Yeah. That's scary. Yeah, anytime you see a big smoke coming from oil, straight away you cover it. Okay, that's a lesson for you. Okay, so never leave your pan unattended like that. You can see the pan is really hot here if you look into it. Okay, so you feel the heat. Yeah, don't put water also. No. If there is a fire, if you have a little bit of a water on the side, don't put water. What happens when you put water? Will it come like more? Yeah, oil വാട്ടറിന്റെ മുകളിൽ പോയിട്ട് ഫുള്ള് തീ പിടിക്കൂടെ കേട്ടാ. ഓക്കെ, സോ വി വെയിറ്റ്. ഇത് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. യു ക്യാൻ സ്റ്റിൽ സീ ദ സ്മോക്ക് കമ്മിങ്. ടു ഹോട്ട്. കണ്ടാ തല മൂടിയിട്ട് ഒരാൾ തന്നെ. നീ കളിക്കാണ്ട് നിന്നാ ഇതിന്റെ മുകളിൽ ചൂടൊന്നും ഇല്ല. അതെ, സ്റ്റിൽ ഓൾറൈറ്റ്. യു ക്യാൻ ആഡ്. ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് നോട്ട് ടു മച്ച് ഓയിൽ ഇൻ. ജസ്റ്റ് ജിഞ്ചറും അത് അടി. Yeah, you need more oil because you're doing stir fry, okay? Yeah, so you basically need plenty oil to cook the chicken, yeah? അപ്പോൾ ഞാൻ ഫയർ ഓൺ ആക്കിയിട്ടുണ്ട്.
ഓക്കെ. ഒരുപാട് ബ്രൗൺ ആക്കണ്ട കേട്ടോ, ചെറിയൊരു കാരമൽ വന്നാൽ മതി. യു ആഡ് ഗാർലിക് ഇൻ ടു ഇറ്റ്, സോ യു ക്യാൻ സീ ദ ഗാർലിക് ബേൺ ഫസ്റ്റ്. കണ്ട ദേ ഇതിൽ ഗാർലിക് ചെറുതാണ് ഗാർലിക്, അത് ബേൺ ആണ്. കണ്ട. സോ വാട്ട് യു ഡു, സ്ട്രൈറ്റ് അവേ യു ആഡ് ചിക്കൻ. ഇനി എന്ത് ചെയ്യണ്ട, പരത്തണം ഇതിനെ. ഓക്കെ, ഒരുപാട് ഇളക്കണ്ട, ലെറ്റ് ഇറ്റ് ബി. കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. ഓക്കെ, നമുക്കിതിൽ ഉപ്പിടാനുണ്ട്. അടയ്ക്കണം, പക്ഷേ അതിനേക്കാൾ പിന്നെ കുറച്ച് ഉപ്പിടണം. ഉപ്പെടുത്തിട്ടോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം കേട്ടോ. കുറച്ചും കേട്ടോ, ഒരു തരിയും കൂടെ കേട്ടോ. ഇനി ഇവിടെ പച്ചമുളക് വെച്ചിട്ടില്ലേ, പച്ചമുളക് ഇടും. നിങ്ങൾക്ക് കറി ലീവ്സ് ഇടണോ, നീ നേരത്തെ പറഞ്ഞായിരുന്നു, വേണോ? അത് മതിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഹോട്ടായതുകൊണ്ടും കുറച്ച് വെജിറ്റബിളിൻ്റെ സ്റ്റീം ഉള്ളതുകൊണ്ടാണ് അടി ഒട്ടിപ്പിടിക്കാൻ ഞാൻ. കണ്ട, കീലരി വന്നിട്ടുണ്ട് ഇവിടെ. അവിടുത്തെ യുദ്ധം കഴിഞ്ഞാ? എന്നാ എൻ്റെ കയ്യിൽ മണിയാണോ നീ? നെയ്റയ്ക്ക് നമ്പർ 1 കേട്ടാ, നല്ല ബേബി നെയ്റ മണിയാട്ടാ. വന്നുട്ടാ, കീറ വന്നു കൂടെ. തുറന്നു എന്തെങ്കിലും എടുത്തു വെച്ചിട്ടില്ല? ആരാ കുറച്ച് ടർമറിക്ക് കേട്ടോ, 1/2 ടീസ്പൂൺ ഇട്ടോ നീ. കേട്ടോ. ഇനി കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഇട്ടോ. ചിക്കൻ സ്റ്റോക്ക് അല്ല, ഇത് ബീഫ് സ്റ്റോക്കാ, ബട്ടർ സ്റ്റോക്ക്. നീ ഇത് ടേസ്റ്റ് ചെയ്യണം. ഹൗ ഡു യു ടേസ്റ്റ്? പുട്ട് യുവർ ഫിംഗർ റൈറ്റ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, യു പുട്ട് ഇറ്റ് ലെസ് ദാൻ എ സെക്കൻഡ്. സീ, so you don't feel heat. Straight away you put it in your mouth. Try one more time. Yeah, boom. You can go all the way till this height lu povan pattuthe. Kanda, you don't feel heat. It's not like you keep your finger inside. Okay. Now idipo almost cook ayi thodangiyittunde. Cover and cook for another 5 more minutes. Now try again after 5 minutes. Have a look. What do you see inside? Yeah, ഇപ്പം എന്തോരം വെള്ളമായി നോക്കിയേ. ഈ സ്റ്റോക്ക് ഈസ് ഗുഡ്, പക്ഷെ നമ്മളിന്ന് സ്റ്റിർ ഫ്രൈ ആണ് ഉണ്ടാക്കണേ. നമുക്ക് ഈ വെള്ളം വേണ്ട. സോ യു ലീവ് ഇറ്റ് ഓപ്പൺ. ഈ വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ വെള്ളം പകുതി ആകുമ്പോൾ നമുക്ക് ടൊമാറ്റോയും മസാലയും ചേർക്കണം. ഓക്കെ, സോ ഇനി കുറച്ച് നേരം 5 minutes ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യണം. ഇപ്പം എന്തുണ്ടായി? നേരത്തെ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടോ നോക്കിയേ? ഓക്കെ, ഇനി സ്പൈസ്. ഇത് നമ്മുടെ പോർക്കിൻ്റെ മന്തി മസാലയുടെ സ്പൈസസ് ആണ് കേട്ടോ, അതാണ് കറുത്തിരിക്കുന്നത്. Okay, now add the tomatoes. It's kind of black. Add the tomatoes. Beautiful. You still open and cook കേട്ടോ. ഇനി ഒരു 5 minutes കുക്ക് ആയി കഴിഞ്ഞാൽ ഇത് റെഡി ആയി. Add some coriander leaves into it, please. Good girl. ഇനി നീ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം കുറവാണ്, അപ്പോൾ അടി പിടിക്കും. So now from this point you need to be hurry up. Okay. Now try the sauce now. I don't see any sauce anywhere. What do you mean? That's the sauce. So you try, take some sauce like that and taste it. That is really good. Really good. So what is missing? You need a bit of a lemon juice in it. Use the both hands to squeeze so you get plenty. Beautiful. See that the sauce is getting very very thicker now. You need more. അതെ, അങ്ങനെ ഇങ്ങനെയും പിടിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ തൊലിയുടെ മുകളിലെ ചവറപ്പ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. Then it starts tasting bitter. So you do one, boom, done. Stir it now, then it's done. Cooked. Beautiful. Thank you. സീ, ഇപ്പം നല്ല ഡ്രൈ ആയി മസാലയായി വന്ന് കണ്ട, ആ വെള്ളമെല്ലാം പോയില്ലേ? യു ക്യാൻ സ്റ്റിൽ സീ എ നൈസ് സോസ് അണ്ടർനീത്ത്. ഇതാ ചിക്കൻ്റെ സോസാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് വർക്ക്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഷീ ജസ്റ്റ് ലേണിങ്. കുക്കിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ, ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഉപരി കട്ടിങ്, നൈഫ് സ്കിൽസ്, എങ്ങനെ പാൻ ഹോൾഡ് ചെയ്യണം. ഒരു 10-year-old ഇത് ഭയങ്കര പാടാണ്. കോർഡിനേഷൻ കിട്ടില്ല, ബിക്കോസ് സെയിം ടൈം അവൾ ഡാൻസ് കളിക്കുന്നതും അതൊക്കെ ആലോചിക്കണം. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തെ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത ദിവസമാണ് ഇന്ന്. ആൻഡ് കെയിം ഔട്ട് ദിസ് ഇസ് സോ ഗുഡ്, ബ്യൂട്ടിഫുൾ. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് സ്റ്റിർ ഫ്രൈ വന്നിട്ടുള്ളത്. ആൻഡ് കുദോസ്. നൗ വി ഈറ്റ്. മിയ ചേച്ചി ഉണ്ടാക്കിയ കറി കറി എങ്ങനെയുണ്ട്? നൈസാണോ? നൈസ് കറിയാണോ ചേച്ചി ഉണ്ടാക്കിയത്? കിലരി എന്നിട്ട് വരല്ലേ തിന്നണേ? അമ്മേ, ഓ ഹായ്, വറ്റ് പറക്കിയ തിന്നണ്. ഓ പൊട്ടിച്ചിട്ടാ തിന്നണേ. കറി മാം നൈസാണോ ശരിക്കും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നീ പറഞ്ഞ കുറച്ച് സ്പൈസി ആണ് നേരത്തെ. Now it's not really that spicy. ചോറിന് കൂടുതൽ കഴിക്കുമ്പോഴാ അവിടെ വെച്ചാൽ മതി. Amma said maybe a little bit more upu would work. ഉപ്പ് വേണമെന്നാ? അതിന് അമ്മയോട് കഴിച്ചേ? അമ്മ ഇന്ന് കഴിച്ചാ? I gave a little piece. You try with the char, Amma. I think I add some more salt into it.
ആ മൈക്കിലുണ്ട്, മൈക്കിലുണ്ട്, വീഡിയോയിലുണ്ട്. ഉണ്ടാ നല്ല സ്റ്റിർഫ്രൈ ഈസി ടു മേക്ക് കറിയാണ് കേട്ടോ. പ്രിഫറബിളി ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇതിന് നല്ലത്. How is the food, Amma? വെരി നൈസ് ആണ്. Hilary, come on. We buy. We say bye now. Okay. അപ്പോൾ നമ്മൾ സൂപ്പർ വീഡിയോ എടുത്ത് നമുക്ക് അടുത്ത കാണാം. അതുവരെയ്ക്കും ബൈ ബൈ ബൈ. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. Very nice. Last one, Hilary. Come on, we all go sleep now. Now the camera off it.